തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് തന്നെ തഴഞ്ഞതിൽ കടുത്ത അതൃപ്തിയിലാണ് ലാലി ജെയിംസ്. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുള്ള വിപ്പ് ലാലി ജെയിംസ് ഇതുവരെ കൈപ്പറ്റിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രാജിവെക്കുന്നത് പോലും പരിഗണനയിലുണ്ടെന്നാണ് ലാലി ജെയിംസുമായിട്ടുള്ള അടുത്ത വൃത്തങ്ങൾ അടക്കം പറയുന്നത്. ലാലി അനുനയിപ്പിക്കാൻ നേതാക്കന്മാർ പാഞ്ഞു നടക്കുന്നുണ്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നായിരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി. ലാലി ജെയിംസിന് ഒരു ഊഴം കിട്ടുമെന്ന രീതിയിൽ വാർത്ത ആദ്യം പ്രചരിച്ചിരുന്നു. പക്ഷേ കോർപ്പറേഷൻ്റെ അവസാനം തീരുമാനം വന്നപ്പോൾ ലാലി ജെയിംസിന് കസേര നഷ്ടമായി. ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ്. അതായത് അപ്രതീക്ഷിതമായാണ് നിജി ജസ്റ്റിനിലേക്ക് തൃശൂർ കോർപ്പറേഷൻ മേയർ പദവി എത്തുന്നത്. ഇത് തന്നെയാണ് വലിയ കടുത്ത പ്രതിഷേധങ്ങൾ ഉയരുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. ലാലി ജെയിംസിനെ സംബന്ധിച്ച് ആദ്യഘട്ടം മുതൽ പറഞ്ഞു കേട്ടിരുന്ന പേര് അത് ലാലി ജെയിംസിന്റെ ആയിരുന്നു. ലാലി ജെയിംസും അതോടൊപ്പം തന്നെ രണ്ട് പേരുകളുണ്ടായിരുന്നു, മുൻ ഡെപ്യൂട്ടി മേയറുടെ പേരുകൾ അടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനിടയിലാണ് നിജി ജസ്റ്റിനെ ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് തൃശൂർ കോർപ്പറേഷന്റെ മേയറായി പ്രഖ്യാപിക്കുന്നത്. ഇതിൽ ഇന്നലെ മുതൽ തന്നെ ഈ വിഷയത്തിൽ പ്രതികരണം തേടിയെങ്കിലും ലാലി ജെയിംസ് ഒരു തരത്തിലും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനിടയിലാണ് ഈ രാജിവെക്കുന്ന അടക്കമുള്ള നീക്കത്തിലേക്ക് ലാലി ജെയിംസ് കടക്കുന്നുവെന്ന് ലാലിയോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ മുതൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ലാലി ജെയിംസിനെ അനുനയിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. തേറമ്പിൽ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ പല കുറി ലാലി ജെയിംസുമായി ചർച്ച നടത്തി. പക്ഷെ ഒരു തരത്തിലും ലാലി ജെയിംസ് ചർച്ചയ്ക്ക് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രി വൈകിയും ഇന്ന് രാവിലെയും എല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇന്നലെ തൃശൂർ കോർപ്പറേഷനിലേക്ക് ജയിച്ച കൗൺസിലർമാർ തൃശൂർ DCCയിലെത്തി വിപ്പടക്കം കൈപ്പറ്റിയിരുന്നു. പക്ഷെ ലാലി ജെയിംസ് ആകട്ടെ ഇതുവരെയും വിപ്പ് കൈപ്പറ്റുകയും ചെയ്തിട്ടില്ല. 9 മണിക്ക് DCCയിലെത്തി അവിടെ കെ കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി പ്രകടനമായി കോർപ്പറേഷനിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിപ്പ് ഉൾപ്പെടെ കൈപ്പറ്റാത്ത സാഹചര്യത്തിൽ രാവിലെ വോട്ട് ചെയ്യുന്നതിന് പുറപ്പെടുന്ന സംഘത്തിനൊപ്പം ലാലി ജെയിംസ് ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വിവരം. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കൂട്ടത്തല്ലടക്കം തൃശ്ശൂർ DCCയിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വേളയിൽ തന്നെ അച്ചടക്കത്തോടെയുള്ളൊരു രീതിയായിരുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമമായിരുന്നു നേതൃത്വം നടത്തിയത്. പക്ഷേ ഒരു തരത്തിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ചു എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ലാലി ജെയിംസ് വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. എന്തായാലും ഇതുവരെയും ഇന്ന് ഈ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് പാർട്ടി നൽകിയ വിപ്പ് ഇതുവരെയും ലാലി ജെയിംസ് കൈപ്പറ്റാൻ തയ്യാറായിട്ടില്ല. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.